3 സംസ്ഥാനങ്ങളിൽ NDA സീറ്റ് ധാരണയായി. ഉത്തർപ്രദേശിൽ BJP 74 സീറ്റിൽ മത്സരിക്കും. സഖ്യകക്ഷികൾക്ക് 6 സീറ്റ് നൽകും. അസമിൽ സഖ്യകക്ഷികൾക്ക് 3 സീറ്റുകൾ നൽകും. ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BJP തീരുമാനം. JJPയുമായി സഖ്യമുണ്ടാകില്ല. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് NDA ധാരണ? എന്തുകൊണ്ടാണ് ഹരിയാനയിൽ ഒറ്റയ്ക്ക് എന്ന തീരുമാനത്തിലേക്ക് BJP എത്തിയത്? വേണു, കഴിഞ്ഞ കാലങ്ങളിൽ BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനരോഷം എതിരായുള്ള ഒരു സർക്കാർ നിലനിൽക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ കഴിഞ്ഞ തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് JJPയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്തുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കർഷക രോഷം ഇല്ല എന്നാണ് BJP നടത്തിയ ആഭ്യന്തര സർവേയിൽ വ്യക്തമായത്. കൂടാതെ JJPക്ക് ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ ഒന്ന് കുറവ് സംഭവിച്ചേക്കും എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ 10 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം BJP എടുത്തിരിക്കുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിലല്ലാതെ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനവും ഹരിയാനയിൽ BJP കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ ഉത്തർപ്രദേശിലെ സീറ്റ് ധാരണയും ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ 74 സീറ്റുകളിൽ BJP മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ സീറ്റുകൾ ഉൾപ്പെടെയാണ് 74 സീറ്റുകളിൽ BJP മത്സരിക്കുന്നത്. 6 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകും. RLDക്ക് 2 സീറ്റ് നൽകും. RLDയുമായി ധാരണയായെങ്കിലും ഔപചാരികമായി NDAയുടെ ഭാഗമാകുക ഇതുവരെയും RLD NDAയുടെ ഭാഗമായിട്ടില്ല. എങ്കിൽ പോലും 2 സീറ്റുകൾ ഇപ്പോൾ RLDക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അപ്നാദളിന് 2 സീറ്റുകൾ നൽകും. നിഷാന്ത് പാർട്ടിക്ക് 1 സീറ്റും രാജ്ഭറിന്റെ പാർട്ടിക്ക് 1 സീറ്റും എന്നിങ്ങനെയാണ് ധാരണ ആയിരിക്കുന്നത്. അതേസമയം അസമിലെ 3 സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. AJSPക്ക് 2 സീറ്റും UPPLന് 1 സീറ്റും എന്നാണ് നിലവിലുള്ള ധാരണ. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലെ 4 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് NDA സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.